റിജു സഭയാണെങ്കിലും റിഹു സഭയാണെങ്കിലും ഇപ്പോൾ ഹനാൻഷയും ജാസറും ചേർന്ന് പാടിയ പാട്ട് കേൾക്കാൻ നല്ല രസമുണ്ട്. റിജു ആണോ റിഹു ആണോ എന്ന് എല്ലായിടത്തും തർക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെന്തോ ആയിക്കോട്ടെ, അത് വലിയ പ്രശ്നമല്ല. പക്ഷേ ഈ പാട്ട് ഇതിൻ്റെ അനുപല്ലവിയിലും ചരണത്തിലൊക്കെയുള്ള ആശയങ്ങൾ അതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നി. അനുപല്ലവിയിലും ചരണത്തിലുമുള്ള ആശയത്തിന് യാതൊരു പ്രശ്നവുമില്ല. സുഹൃത്തിൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ് പ്രശ്നമുള്ളതായിട്ട് തോന്നുന്നത്. നമുക്ക് ആ പാട്ടൊന്ന് കേൾക്കാം. പാട്ട് നല്ല ഭംഗിയാണ്. റിജുസഭാത്തളിർക്കുളിർ കാറ്റേ റൗളയെ തഴുകി വരും കാറ്റേ ഇല്ലായ്മയിൽ നിന്നും ലോകത്തെ പടച്ച അല്ലാന്റെ കുതിരത്ത് നീ കേട്ടോ. ഇതുവരെ നല്ല വരികൾ. ശേഷമുള്ളതും നല്ല വരികളാണ്. നമുക്ക് അതുകൂടി ഒന്ന് കേൾക്കാം. പിന്നീടുള്ള വരികൾ നോക്കൂ. ആദ്യമായി റബ്ബ് മണിമുത്ത് ആരംഭ നബിയുടെ ഒളി തീർത്ത് ഹൈയൊളിവിൽ നിന്ന് ലേശമെടുത്ത് തുയ്യവൻ പടച്ചിരു ലോകത്തെ. ഇവിടെ പറയുന്നൊരാശയം, ആദ്യമായി റബ്ബ് ഒരു നബിൻ്റെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ദേശിക്കുന്നത് ഒളി പ്രകാശമാണ് ഉണ്ടാക്കിയത്. പിന്നീട് അതിൽ നിന്നാണ് എല്ലാ ലോകത്തെയും ഒക്കെ ഉണ്ടാക്കിയത്. ചരണത്തിലും അതേപോലെ അർശിൻ്റെ അതിർപ്പ കൊമ്പത്ത് അഴകേറും മയിലിൻ്റെ കോലത്തിൽ അള്ളാൻ്റെ അർശിൻ്റെ അടുത്ത് ഒരു മയിലിൻ്റെ രൂപത്തിൽ പിന്നീട് ആ ഒളിവിനെ ഇരുത്തി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് ഒതൻറ്റിക് ആയിട്ടുള്ള ഇസ്ലാമിക് സോഴ്സുകളൊക്കെ എടുത്ത് നോക്കാം. ഇങ്ങനൊരു സംഭവം ഉണ്ടോ? ഏത് മനുഷ്യന്മാരെ എന്തിൽ നിന്നാണ് സൃഷ്ടിച്ചത്, മലക്കുകൾ എന്തിൽ നിന്നാണ് സൃഷ്ടിച്ചത്, ജിന്നുകൾ എന്തിൽ നിന്നാണ് സൃഷ്ടിച്ചതെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവിടെ ആദ്യം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു പ്രകാശമാണ് ഉണ്ടാക്കിയത്, അതിൽ നിന്നാണ് ബാക്കിയൊക്കെ ഉണ്ടാക്കിയെന്നുള്ള ആ ഒരു ആശയം, അതിനെന്തെങ്കിലും ഒരു ഒതൻറ്റിക് സോഴ്സ് ഉണ്ടോ? അതിന് വളരെ വ്യക്തവും കൃത്യവുമായ ഒതൻറ്റിക് സോഴ്സ് ഉണ്ട്. സ്വഹീഹുൽ ബുഖാരിക്ക് ഇർഷാദുസ് സാരി എന്ന പ്രസിദ്ധമായ വ്യാഖ്യാനം എഴുതിയ ഇമാം ഖസ്ത്വല്ലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ അൽ മവാഹിബുൽ ലദുന്നിയ ബിൽ മിനഹിൽ മുഹമ്മദിയ എന്ന ഗ്രന്ഥത്തിൻ്റെ 1-ാം വാള്യം 71-ാം പേജിൽ നമുക്ക് ഇപ്രകാരം കാണാം. വറവാ അബ്ദുർ റസാഖ് ബിസനദിഹി അൻ ജാബിർ ഇബ്നു അബ്ദില്ലാഹിൽ അൻസ്വാരി ഖാല, ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖുൽതു ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഓ അള്ളാഹുവിൻ്റെ റസൂലെ, ബി അബി അന്ത വ ഉമ്മി, എൻ്റെ ഉമ്മയും വാപ്പയും അങ്ങേക്ക് ദണ്ഡമാണ്. അഖ്ബിർനി അൻ അവ്വലി ഷൈഇൻ ഖലഖഹുല്ലാഹു തആല ഖബിലൽ അഷിയാ, സകല വസ്തുക്കൾക്ക് മുമ്പുള്ള അള്ളാഹുവിൻ്റെ ആദ്യ സൃഷ്ടിയെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരൂ നബിയെ. ഇന്നല്ലാഹ തആല ഖദ് ഖലഖ ഖബിലൽ അഷിയാഇ നൂറ നബിയ്യിക മിൻ നൂരിഹി, അള്ളാഹു താല സകല വസ്തുക്കളും സൃഷ്ടിക്കുന്നതിന് മുമ്പ് ആദ്യമായി സൃഷ്ടിച്ചത് ഓ ജാബിറെ നിൻ്റെ പ്രവാചകരുടെ പ്രകാശത്തെയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറഞ്ഞത്. ഇതേ ഹദീസ് മക്കയിലെ ഹറമിൽ വരെ ദറസ് നടത്തിയ ലോക പ്രശസ്ത പണ്ഡിതനായ ഇബ്നു ഹജർ അൽ ഹൈത്തമി റളിയല്ലാഹു അൻഹുവിൻ്റെ അൽ ഫതാവൽ ഹദീസിയ എന്ന ഗ്രന്ഥത്തിൻ്റെ 1-ാം വാള്യം 131-ാമത്തെ പേജിൽ നമുക്ക് കാണാം. അതുപോലെ ഇസ്മായിൽ അൽ അജ്ലൂനി റളിയല്ലാഹു അൻഹുവിൻ്റെ കശ്ഫുൽ ഖഫാ എന്ന ഗ്രന്ഥത്തിൻ്റെ 1-ാം വാള്യം 303-ാം നമ്പർ പേജിലും നമുക്ക് ഈ ഹദീസ് കാണാം. എന്താണ് ഈ ഹദീസിനെ കുറിച്ച് ഈ സുഹൃത്തിന് പറയാനുള്ളത് എന്നുകൂടി നമുക്കൊന്ന് കേൾക്കാം. ഇതിപ്പോൾ എഴുതിയിട്ടുള്ളത് CH വെള്ളിക്കുളങ്ങര എന്തോ കണ്ടു. പഴയ ആളാണ്. ചിലപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ആശയം അനുസരിച്ച് അങ്ങനെ ഒരു ലൈഫായ ഹദീസ്, ലൈഫ് അല്ല മൗദുവാണ്, ഫാബ്രിക്കേറ്റഡ് ഹദീസ്, ആരും ഉണ്ടാക്കിയ ഹദീസ് അതിലുണ്ട്. പക്ഷെ അത് ഒരിക്കലും വിശ്വാസയോഗ്യമല്ല. അപ്പോൾ ഹദീസിൻ്റെ സനദുകൾ വെക്കണം, അല്ലെങ്കിൽ ഖുറാനിൽ വേണം. ഇതൊന്നുമില്ലാത്ത ആശയങ്ങൾക്ക് പൊതുവേ നമ്മൾ പറയുന്നതാണ് അതൊരു അന്ധവിശ്വാസമാണ്. ഈ ഹദീസ് മൗലു ആണെന്നുള്ള താങ്കളുടെ വിശ്വാസമാണ് അന്ധവിശ്വാസം. മൗലു എന്ന് പറഞ്ഞാൽ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഹദീസ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ്വ മഖഅദഹു മിനന്നാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ആരെങ്കിലും കളവ് പ്രചരിപ്പിച്ചാൽ അവൻ നരകത്തിൽ സീറ്റ് ഉറപ്പിച്ചു കൊള്ളട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. ഇമാം ഇബ്നു ഹജർ അൽ ഹൈത്തമി, ഇമാം ഖസ്ത്വല്ലാനി, ഇമാം ഇസ്മായിൽ അൽ അജ്ലൂനി റളിയല്ലാഹു അൻഹും ഈ ഇമാമുകളൊക്കെ അവരുടെ ഗ്രന്ഥങ്ങളിലൂടെ വ്യാജ ഹദീസ് പ്രചരിപ്പിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. പിന്നെ ചില ആധുനിക
ആധുനിക ഹദീസ് ഗവേഷകർ ഈ ഹദീസ് മൗലൂ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതവർക്ക് സംഭവിച്ചൊരു തെറ്റിദ്ധാരണ മൂലമാണ് അവർ അപ്രകാരം പറഞ്ഞത്. മുൻവിധി മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ ഈ വിഷയം വസ്തുനിഷ്ഠമായി പഠിച്ചു കഴിഞ്ഞാൽ ഏതൊരാൾക്കും സത്യം മനസ്സിലാക്കാൻ കഴിയും. ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി, ഇമാം ഖസ്ത്വല്ലാനി, ഇമാം ഇസ്മായിൽ അൽ അജ്ലൂനി റളിയല്ലാഹു അൻഹും ഈ 3 ഇമാമുകളും അവരുടെ ഗ്രന്ഥങ്ങളിൽ ഈ ഹദീസ് ഉൾപ്പെടുത്താൻ അവലംബിച്ച സോഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും പ്രാചീനമായ ഹദീസ് സമാഹാരമായ മുസന്നഫ് അബ്ദുർ റസാഖാണ്. ഹിജ്റ 126 ജനിച്ച് ഹിജ്റ 211 മരണപ്പെട്ട ഹാഫിള് അബ്ദുർ റസാഖ് റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് ഗ്രന്ഥം ക്രോഡീകരിച്ചത്. മുസന്നഫ് അബ്ദുർ റസാഖിൻ്റെ പല കയ്യെഴുത്തു പ്രതികളും കണ്ടെത്തി അത് ആദ്യമായി പ്രിൻ്റ് ചെയ്ത് പുറത്തിറക്കിയത് ഷെയ്ഖുൽ ഹദീസ് ഹബീബുർ റഹ്മാൻ അഅ്ലമിയാണ്. 1970-72 കാലയളവിൽ ബൈറൂത്തിൽ നിന്നാണ് ഇത് ആദ്യമായി പ്രസിദ്ധീകരിക്കുന്നത്. വിപണിയിൽ ലഭ്യമായ ഈ ഒരു കോപ്പി പരിശോധിച്ചാൽ നമ്മൾ ഈ പറഞ്ഞ ഹദീസ് നമുക്ക് കാണാൻ കഴിയില്ല. അതോടെ പലരും വിധി എഴുതി ഈ ഹദീസ് വ്യാജമാണ്, മൗലൂ ആണ്, മുസന്നഫ് അബ്ദുർ റസാഖിൽ ഇങ്ങനെ ഒരു ഹദീസ് ഇല്ല എന്ന് പലരും വ്യാജ പ്രചരണം നടത്തി. ഈ വ്യാജ പ്രചരണം നടത്തിയവർ മറച്ചു വെച്ചൊരു കാര്യമുണ്ട്. മുസന്നഫ് അബ്ദുർ റസാഖിൻ്റെ കയ്യെഴുത്തു പ്രതികൾ പല ഭാഗത്തു നിന്നും കണ്ടെത്തി അത് പ്രിൻ്റ് ചെയ്ത് പുറത്തിറക്കിയ ഷെയ്ഖുൽ ഹദീസ് ഹബീബുർ റഹ്മാൻ അഅ്ലമി ആ പ്രിൻ്റ് ചെയ്ത ആ ഗ്രന്ഥത്തിൻ്റെ തുടക്കത്തിലുള്ള പേജിൽ ഒരു കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്: ഇന്നൻ നുസ്ഖല്ലത്തി അസർന അലൈഹ അവില്ലത്തി അഹ്റസ്നാഹ മുസവ്വറത്തൻ ഔ മഖ്തൂത്തൻ വഅതമദ്നാഹ ഫീ ഇഅദാദി ദീവാനിൽ ജലീലിൽ ത്വബഇ കുല്ലുഹാ നാഖിസത്തുൻ. ഈ ഗ്രന്ഥം പ്രിൻ്റ് ചെയ്ത് പുറത്തിറക്കാൻ ഞങ്ങൾ അവലംബിച്ച കയ്യെഴുത്തു പ്രതികളോ മറ്റു പകർപ്പുകളോ പരിപൂർണമല്ല. കുല്ലുഹാ നാഖിസത്തുൻ, അവയെല്ലാം അപൂർണമാണ്, അവയുടെ പല ഭാഗങ്ങളും നഷ്ടപ്പെട്ടു പോയിരുന്നു. ഇല്ലാ നുസ്ഖത മുറാദമുല്ല ബിൽ ആസ്ഥാനത്തി ഫ ഇന്നഹ കാമിലത്തുൻ. ഇസ്താംബുളിലെ ആസ്ഥാന എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മുറാദുമുല്ല എന്ന പ്രസിദ്ധമായ ലൈബ്രറിയിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ച കോപ്പി അത് പരിപൂർണമായിരുന്നു. എങ്കിലും ഇല്ലാ നഖ്സൻ ബസീതൻ ഫി അവലിഹ വഫി ഫാത്തിഹത്തിൽ മുജല്ലദിൽ ഖാമിസി മിനൽ മുജല്ലദാത്തിൽ അസ്ലി ഫീമാ നറ. ഈ ഒരു കോപ്പി പരിപൂർണമായിരുന്നു എന്ന് ഞങ്ങൾ പറയുന്നുണ്ട്. എങ്കിലും മുറാദുമുല്ലയിൽ നിന്ന് ലഭിച്ച ഈ കയ്യെഴുത്തു പ്രതിയുടെ ആദ്യ ഭാഗവും 5ാം വോള്യത്തിൻ്റെ തുടക്കത്തിലുള്ള കുറച്ച് ഭാഗവും പരിപൂർണമായിരുന്നില്ല. അവിടെയും കുറച്ച് ഭാഗങ്ങൾ നഷ്ടപ്പെട്ടു പോയിരുന്നു. അത് ഒഴിച്ചു നിർത്തിയാൽ ബാക്കി ഭാഗങ്ങൾ പരിപൂർണമായിരുന്നു. അപ്പോൾ മുറാദുമുല്ലയിൽ നിന്ന് ലഭിച്ച കോപ്പിയും പരിപൂർണമല്ല, അതിൻ്റെയും ആദ്യ ഭാഗവും അതുപോലെ 5ാം വോള്യത്തിൻ്റെ തുടക്കത്തിലുള്ള കുറച്ച് ഭാഗങ്ങളും നഷ്ടപ്പെട്ടു പോയിരുന്നു. ഫബിത്തംബീഹി അലാ നഖ്സിൻ നുസ്ഖത്തി മിൻ അവലിഹ നത്രുകു ഹാദിഹിൽ വറഖത്തി ഫാരിഖത്തൻ ആമിലീന മിന സാദത്തിൽ ഉലമാഇൽ ബാഹിസീന വദവിൽ ഖിബ്റത്തി ബിൽ മഖ്തൂത്താത്തി അയ്യുസാഇദൂന അലാ സദ്ദി ഹാദൽ ഫറാഗ് വല്ലാഹുൽ മുവഫിഖ്. ഈ ഗ്രന്ഥത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ പരിപൂർണമല്ല, അപൂർണമാണെന്ന് ബോധ്യപ്പെടുത്താൻ ഇതിൻ്റെ ഫസ്റ്റ് പേജ് ഞങ്ങൾ ബ്ലാങ്ക് ആയിട്ടിട്ടിരിക്കുകയാണ്. ഗവേഷക പണ്ഡിതരും കയ്യെഴുത്തുപ്രതി വിദഗ്ധരും മാനുസ്ക്രിപ്റ്റ് വിദഗ്ധരും ഇതിൻ്റെ നഷ്ടപ്പെട്ടു പോയ ഭാഗങ്ങൾ കണ്ടെത്തി ഈ ഗ്രന്ഥത്തിൻ്റെ അപൂർണത പരിഹരിച്ച് ഞങ്ങളെ സഹായിക്കുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വല്ലാഹുൽ മുവഫിഖ്, അള്ളാഹുവാണ് വിജയം നൽകുന്നവൻ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇന്ന് വിപണിയിൽ ലഭ്യമായ മുസന്നഫ് അബ്ദുർ റസാഖിൻ്റെ പ്രിൻ്റഡ് വേർഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഹദീസ് അതിലില്ലാത്തതിൻ്റെ കാരണം എന്താണെന്ന് കൂടി അതിൻ്റെ തുടക്കത്തിൽ ആ ഗ്രന്ഥം പ്രിൻ്റ് ചെയ്ത് പുറത്തിറക്കിയ ഹബീബുർ റഹ്മാൻ അഅ്ലമി വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ദുബൈയിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഔഖാഫ് ആൻഡ് ഇസ്ലാമിക് അഫയേഴ്സിൻ്റെ മുൻ ഡയറക്ടർ ജനറലും ഇമാം മാലിക് കോളേജ് ഓഫ് ശരിയ ആൻഡ് ലോയുടെ ഫൗണ്ടറും അക്കാഡമിക് ഹെഡുമൊക്കെയായ അദ്ദക്തൂർ ഈസ ബിൻ അബ്ദില്ലാഹിൽ ഹിംയരി തൻ്റെ ലോക ഗ്രന്ഥശാലകളിലൂടെയുള്ള അന്വേഷണങ്ങൾക്കൊടുവിൽ മുസന്നഫ് അബ്ദുർ റസാഖിൻ്റെ നഷ്ടപ്പെട്ടു പോയ ഭാഗങ്ങൾ കണ്ടെത്തി. ഇന്ത്യയിൽ നിന്നാണ് അദ്ദേഹം കണ്ടെത്തിയത്. അദ്ദക്തൂർ അസയ്യിദ് മുഹമ്മദ് അമീൻ അൽ ബറക്കാത്തി അൽ ഖാദിരിയുടെ നേതൃത്വത്തിലുള്ള ബറക്കാത്തി ഗ്രന്ഥശാലയിൽ നിന്നാണ് ഇദ്ദേഹത്തിന് ആ നഷ്ടപ്പെട്ടു പോയ കയ്യെഴുത്തു പ്രതിയുടെ ഭാഗങ്ങൾ ലഭിച്ചത്. അൽ ജുസ് ഉൽ മഫ്കൂദു മിനൽ ജുസ് ഇൽ ഔവലി മിനൽ മുസന്നഫ് എന്ന പേരിൽ ഡോക്ടർ ഈസ ബിൻ അബ്ദില്ലാഹിൽ ഹിംയരി ഈ ഒരു നഷ്ടപ്പെട്ടു പോയ ഭാഗങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. 2005 ഇത് പ്രസിദ്ധീകരിക്കുന്നത്.
ആ ഗ്രന്ഥത്തിൻ്റെ 63-ാം പേജിൽ ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഹാഫിള് അബ്ദുർ റസാഖ് റളിയല്ലാഹു അൻഹു വരെയുള്ള സനദ് സഹിതം ആ ഹദീസ് ആ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ താങ്കൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ തിരുപ്രകാശം പ്രമേയമായി മലയാളത്തിൽ രചിക്കപ്പെട്ട സമഗ്രവും പ്രാമാണികവുമായ ഏറ്റവും മികച്ച രചനയാണ് നബി പ്രകാശം പ്രഥമ സൃഷ്ടിവിശേഷങ്ങൾ എന്ന ഈ മലയാള പുസ്തകം. 2011 മുതൽ 2016 വരെ 5 വർഷ കാലയളവ് ഹൈദരാബാദിലെ ജാമിയ നിളോമിയ യൂണിവേഴ്സിറ്റിയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറിനെക്കുറിച്ച് പ്രകാശത്തെക്കുറിച്ച് ഗവേഷണ പഠനം നടത്തി ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ അബ്ദുൽ ഹക്കീം സാദി ഉസ്താദിൻ്റെ അറബിയിലുള്ള ഗവേഷണ പ്രബന്ധത്തിൻ്റെ പ്രസക്തമായ ഭാഗങ്ങളാണ് ഈ മലയാള പുസ്തകത്തിലുള്ളത്. കൊല്ലം ജില്ലയിൽ ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നഈമി ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് മാത്രം പഠിക്കാൻ വേണ്ടി സ്ഥാപിതമായ കേരളത്തിലെ പ്രഥമ പ്രവാചക പഠന ഗവേഷണ കേന്ദ്രമായ ത്വയ്ബ സെൻ്ററാണ് ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഈ പുസ്തകത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഉസ്താദുമാരുടെ എല്ലാ ദീനീ സേവനങ്ങളും അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.